സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. അതെ ശാന്തേച്ചി, വീട്ടില് കുറച്ച് കേസരി ഉണ്ടാക്കാനായിരുന്നു. പഞ്ചസാര തീർന്നുപോയി. ഇപ്പൊ എനിക്ക് കുറച്ച് തരുവാണെങ്കിൽ ഞാൻ പിന്നെ എടുത്തോണ്ട് വരാം. അതിനിപ്പ എന്താ? അതെ ശാന്തേച്ചി, സീത വീട്ടിൽ തന്നെയാണോ? ഇന്ന് ഓഫീസിലേക്ക് പോവോ എന്തോ. എങ്ങനെ പോവാനാ? പോയാ പുറത്തുള്ള ആൾക്കാര് 1000 ചോദ്യങ്ങൾ ചോദിക്കും. അവൾക്കൊരു മടിയൊക്കെ കാണില്ലേ? സിഹിമോൾ ഇന്ന് സ്കൂളിലേക്ക് പോകുന്നുണ്ടോ എന്തോ. ഞാൻ സ്കൂളിൽ പോകുന്നുണ്ട്, സീതമ്മ ഓഫീസിലും പോകുന്നുണ്ട്. സീത, സംഭവിച്ചതൊക്കെ നല്ലതിനാണെന്ന് കരുതിയാ മതി. ഈ കല്യാണം അല്ലെങ്കിൽ വേറൊരു കല്യാണം. ഇതിങ്ങനെ സംഭവിച്ചെന്ന് വെച്ച് ഇനി വേറെ കഴിക്കാൻ പാടില്ലെന്നൊന്നുമില്ല. നീ ഇതിൽ വിഷമിക്കൊന്നും വേണ്ട. നീയും വിഷമിക്കേണ്ട കേട്ടോ. ഞങ്ങൾക്ക് ഒരു വിഷമമില്ല ആന്റി. താങ്ക് യു ആന്റി. ബൈ. പോട്ടെ സീതേ. പഞ്ചസാരയ്ക്കാന്നും പറഞ്ഞു വന്നത് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാ. ഉത്തരം കൊടുക്കുന്നതിന് മുമ്പ് അടുത്ത ചോദ്യം ചോദിക്കുക. ഓരോ മനുഷ്യര്. വീടമ്മേ, അതൊന്നും കുഴപ്പമില്ല. ഞാൻ രാവിലെ എണ്ണീറ്റപ്പോ തന്നെ ഇതിനൊക്കെ റെഡിയാണ്. നടന്നൊന്നും നമുക്ക് തിരിച്ചു പോയി റിപ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാ ഈ നിമിഷം നമുക്ക് സമാധാനമായിട്ടിരിക്കാൻ കഴിയും. പറയുന്നവര് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ നമ്മുടെ ജോലി ചിരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. നിന്റെ മുഖത്തുള്ള ചിരി കാണുമ്പോ എന്ത് സന്തോഷമുണ്ടെന്നറിയോ? നീ ഇതുപോലെ എന്നും ചിരിച്ചുകൊണ്ടിരുന്ന നടന്നതെല്ലാം മറക്കാനായിട്ട് സാധിക്കും. സന്തോഷമായിട്ടിരിക്കും അച്ഛാ. ആ മനുഷ്യനെ കല്യാണം കഴിക്കാതെ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള സന്തോഷത്തിലെങ്കിലും ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും. ചേട്ടാ, ഇപ്പൊ സമാധാനായില്ലേ നിങ്ങൾക്ക്? നിനക്ക് ഇങ്ങനെ സംഭവിച്ചെന്നും പറഞ്ഞ് രാവിലെ മുതൽ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല മോളെ. അച്ഛാ, മുത്തശ്ശ, ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തുണ്ടായാലും വിഷമിക്കാൻ പാടില്ലെന്ന്. എന്റെ ചക്കര കുട്ടി. അച്ഛാ, നിങ്ങൾ ആദ്യം ഭക്ഷണം കഴിക്കേ. ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങട്ടെ. ബൈ. ബൈ സീതമ്മ. വരാ അച്ഛാ, വരാമേ. ആരാ എന്നെ എതിരിടുവാൻ? ഇവിടെ ആരാ എന്നെ എതിരിടുവാൻ? ഹേയ്, ആരാ എന്നെ ഭരിക്കുവാൻ ഇവിടെ? എന്നെ ആരാ വരച്ചവരെ നിർത്തുവാൻ? പാവല്ലേ സീത, കല്യാണം ക്യാൻസൽ ആയി പോയല്ലേ? ഐ തിങ്ക് ഇനി ഒരു 4 ദിവസത്തേക്കിന് അവർ ഓഫീസിലേക്ക് വരത്തില്ല. കുറച്ച് സമയം വേണ്ടി വരില്ലേ? അല്ല, ഞാനിവിടെ വന്നു നിന്നിട്ടും ആരും എന്നെ ഒരു കെയർ ചെയ്യുന്നില്ലല്ലോ. കുരുത്തം കേട്ടവന്മാര്. ഹേയ്, ഇത് ഓഫീസാണ്, അല്ലാതെ മീൻ മാർക്കറ്റ് അല്ല. ഞാനുള്ളോടത്തോളം കാലം ഇത് മീൻ മാർക്കറ്റ് ആക്കാൻ ഒരുത്തനെ അനുവദിക്കില്ല. ഞാനാ ബോസ്, മനസ്സിലായില്ലേ? ഇതാ റെസ്പെക്ട് എന്ന് വെച്ചാൽ. അച്ഛാ, ഐ റെസ്പെക്ട് വിമൽ. ഗുഡ് മോർണിംഗ് ബോസ്. ഇതാരാടാ ഇത്ര ലേറ്റ് ആയിട്ട് കയറി വരുന്നേ? സാർ, നിങ്ങളിവിടെ? അല്ല സാർ, നിങ്ങളിവിടെ ഇല്ലെങ്കിൽ ഇവരൊക്കെ ഇവിടെ റിലാക്സ് ആയിട്ടിരിക്കും. ഒന്ന് ഉഷാറായിക്കോട്ടെ എന്ന് വെച്ച് പറഞ്ഞതാ. ഗുഡ്. പെൻഡിങ് വർക്ക് എന്തൊക്കെയുണ്ടെന്ന് അതൊക്കെ നോക്കിക്കോ. പോയി കിട്ടിയല്ലോ വിശേഷം വിചാരിച്ച് കണ്ണടച്ചില്ല. അതിനു മുമ്പേ വന്ന് പ്രത്യക്ഷപ്പെട്ടല്ലോ. ദൈവമേ, ഇവൻ രാജ്യം വിട്ടു പോകുക എന്നാണല്ലോ ഭാർഗവി മേഡം പറഞ്ഞത്. ഇനി ദേശസ്നേഹം കൂടിയിട്ട് തിരിച്ചു വന്നതാണോ? വിമൽ, ആ ഫയൽ എടുത്തോണ്ട് വാ. ചേഞ്ച് യുവർ തോട്ട്സ് ആൻഡ് യു വിൽ ചേഞ്ച് യുവർ വേൾഡ്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് റേഡിയോ. സോറി മാഡം, ഇന്നലെ കല്യാണത്തിന്
ഒന്നുമില്ല ഒന്നുമില്ല മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാം. സീതയോ? ഇന്നലെ അവളുടെ കല്യാണമായിരുന്നില്ലേ? ഇന്നും ഓഫീസിൽ വന്നിട്ടുണ്ടല്ലോ. സീത, what a pleasant surprise. ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദി ഇയർ വെറുതെ തന്നതല്ലോ അല്ലേ? നിനക്ക് നിന്റെ ജോലിയോടുള്ള ഡെഡിക്കേഷനും വർക്ക് എത്തിക്സും ഇതായിരിക്കും നിനക്ക് ആ അവാർഡ് നേടിത്തന്നെ. അല്ല സീത, ഇന്നലെ ആയിരുന്നില്ലേ നിന്റെ കല്യാണം? എന്നിട്ട് ഇന്ന് തന്നെ നീ ഓഫീസിലെത്തിയോ? ഭർത്താവ് നിന്നെ വിട്ടോ? സോ സ്വീറ്റ് ഓഫ് ഹിം. എന്നാലും ഈ ഓഫീസിനോടുള്ള അറ്റാച്ച്മെന്റ് ഒട്ടും കുറഞ്ഞിട്ടില്ലല്ലേ? ഐ ലൈക്ക് ഇറ്റ്. കണ്ടിന്യൂ. ഗുഡ് മോർണിംഗ് മാഡം. ഡേ, അവളുടെ കല്യാണം ഇന്നലെയല്ലേ കഴിഞ്ഞ്? ഇന്ന് അവൾക്ക് അവധി കൊടുക്കായിരുന്നില്ലേ? മാഡം, സീതയുടെ കല്യാണം നടന്നില്ലെന്ന്. അത് ക്യാൻസലായി പോയി. ആണോ? ആര് പറഞ്ഞു? ബോസാണ് മാഡം പറഞ്ഞത്. ബോസോ? ഇരുന്നോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ എനിക്ക് തോന്നിയത് ഞാൻ പറയാം. ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ സങ്കടത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു എന്ന് ചിലപ്പോൾ ഓഫീസിലെ കൊളീഗ്സ് ആയിരിക്കും, ഫ്രണ്ട്സ് ആയിരിക്കും. പറയുന്നത് നമ്മുടെ കർത്തവ്യമാണ് എന്ന് കരുതി അവരെ സമാധാനിക്കാൻ വേണ്ടി പോയി കുറെ ചോദ്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിച്ച് അവരെ വേദനിപ്പിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. സോ സീത വന്നു കഴിഞ്ഞാൽ ഈ കല്യാണക്കാര്യത്തിനെ കുറിച്ചൊന്നും ചോദിക്കാതെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിക്ക് സാധാരണ പോലെ പെരുമാറുന്നതാ നല്ലത്. അവരോട് ചോദിക്കാൻ പറ്റാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവരുടെ മനസ്സിനെയും ഈ ഓഫീസ് ആംബിയൻസിനെ ഇല്ലാതാക്കുന്നത് നല്ലതല്ല. ഈ കാര്യം നിങ്ങളോട് മാത്രമല്ല, എന്നെയും ചേർത്താ ഞാൻ പറഞ്ഞത്. ഓക്കെ? ഹാവ് യു ലോസ്റ്റ് യുവർ മൈൻഡ്? അപ്പു ഇപ്പൊ അവന്റെ മുത്തച്ഛന്റെ കൂടെ ഹൈദരാബാദിലുള്ളത്. അവിടുന്ന് മലേഷ്യയിലേക്ക് പോവും. അവിടെയുള്ള അവൻ എങ്ങനെയാണ് ഇപ്പൊ തന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? മാഡം, ഇതാ എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ പറയുന്നു ബോസ് വിദേശത്തേക്ക് പോയെന്ന്. പക്ഷെ ഇവിടെ നോക്കുമ്പോ ബോസ് ക്യാബിനിൽ വന്നിട്ടിരിക്കുന്നു. വാട്ട്? റാം ഇവിടെ ഉണ്ടെന്നോ? ആ, റാമോ? അവനെ കുറിച്ചൊന്നും പറയാതിരിക്കാ ഭേദം. അവനെ പോലെ തലതെറിച്ച ഒരു എംപ്ലോയിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നേ. എപ്പോഴും ആ സീതയുടെ സാരിത്തുമ്പും പിടിച്ചെങ്കിൽ നടക്കുക. സീത ബെസ്റ്റ് എംപ്ലോയി ആണെങ്കിൽ ഇവൻ വേസ്റ്റ് എംപ്ലോയിയാ. ശരൺ, ഷട്ട് അപ്പ്. ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയെ കുറിച്ച് തോന്നിയാസം പറയുന്നു താൻ. ഞാൻ പറയുന്നുണ്ടെന്ന് കരുതി നീ ഞാൻ പറയുന്നത് പോലെ പറഞ്ഞാൽ എങ്ങനെയാടാ? ബി കെയർഫുൾ. ദേശായി കുടുംബത്തെ പറ്റി ആരോടെങ്കിലും പറയും മുമ്പ് ഓർക്കണം. മനസ്സിലായോ? മാഡം, ഞാൻ ബോസിനെ കുറിച്ചല്ല സംസാരിച്ചത്. ആ റാമിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എടാ, റാമിനെ കണ്ടിട്ട് നിനക്ക് എന്താടാ തോന്നുന്നത്? മാഡം, അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണ എംപ്ലോയിയെ കുറിച്ച് പറയുമ്പോൾ മാഡം എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നേ? അതിന് ഞാൻ നിങ്ങളുടെ വീട്ടിലുള്ള അശോക് ബോസിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ മാഡം.
റാസ്കൽ, അശോക് ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയോ? ഇഡിയറ്റ്. എത്ര വർഷമായിട്ട് താൻ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? വീട്ടുകാരൊക്കെയാ, പുറത്തുള്ളവരാരൊക്കെയാന്ന് അറിയില്ലേ നിനക്ക്? മാഡം, ഞാൻ പറഞ്ഞതിൽ എന്താ മാഡം തെറ്റായിട്ടുള്ളത്? അശോക് സാറാണല്ലോ ഇവിടുത്തെ ബോസ്. അദ്ദേഹമല്ലേ അവിടുത്തെ പേരക്കുട്ടി. ഇന്നലെ സീതയുടെ കല്യാണ സമയത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി മാഡം. ഈ റാം പോയിട്ടാണ് അവരെ രക്ഷിച്ചതെന്ന് പറയുന്നത് കേട്ടു മാഡം. ഈ ഓഫീസിലെല്ലാം ഓക്കെ അല്ലേ അശോക്? ഓൾ ഗുഡ് വിശ്വ മാമ. പാവം, ഓഫീസിലെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതല്ലേ. ഇപ്പോ ബോസ് എന്ന് പറയുന്നയാള് സാധാരണ എംപ്ലോയി ആയി മാറിയാലേ ഈ സാധാരണ എംപ്ലോയീസ് നല്ല രീതി ബാറ്റ് ചെയ്യുള്ളൂ, അല്ലേ അശോക? അപ്പോ അശോകാണ് ഇവിടെ ബോസ് ആയിരിക്കുന്നത്. റാം ഇവിടെ കോമൺ എംപ്ലോയി ആയിട്ട് ജോലി ചെയ്യുന്നോ? മേമ, സോറി, ബട്ട് വരൂ, അകത്തൊരു. അപ്പോ എന്തായാലും ഓഫീസിലില്ലല്ലോ, അതാ ഒന്ന് നോക്കിയിട്ട് പോവാന്ന് വിചാരിച്ചു. അല്ല, അവനില്ലെങ്കിൽ എന്താ, നീയുണ്ടല്ലോ. നന്നായി. ഏട്ടാ, നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ? ഈ വീട്ടില് ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ അപ്പൊ പേടിയാവും മോളെ. അതെന്താന്ന് പറ സാധന. ഹൈദരാബാദ് ബിസിനസ് ഇവന്റ് വെച്ച് നമ്മുടെ റാമിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അച്ഛൻ ഇപ്പൊ വിളിച്ചു പറഞ്ഞതാ. ആണോ? മാൻ ഓഫ് ദ മാച്ച് അല്ലേ? ആ ചേച്ചി വന്നു. ഞാൻ ഈ കാര്യം ചേച്ചിയോട് പറയട്ടെ. ഓ അതെ അതെ അതെ, മാച്ച് റെഫറി എല്ലാം കേട്ടല്ലേ മതിയാകൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ചേച്ചി ചേച്ചി ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ചേച്ചി. നമ്മുടെ റാമിന് ഒരു അവാർഡ് കിട്ടിയെന്ന്. നല്ല ന്യൂസ് ആണല്ലോ. നമ്മുടെ അപ്പുവിനല്ലാതെ വേറെ ആർക്ക് അവാർഡ് കിട്ടാന്ന് പറ. അനിയ, ആക്ച്വലി ഇങ്ങനെ നിൽക്കുന്നതാണ് രസം. ശരിക്കുള്ള മാൻ ഓഫ് ദി മാച്ച് ആരാന്നാ? അതായത്
ഈ അവാർഡ് റാം പോയി വാങ്ങുവോ അതോ അശോക് പോയി വാങ്ങുവോന്ന്? അതായത് ഈ കാര്യം സത്യക്കും അറിയാമായിരുന്നോ? എല്ലാരും ചേർന്ന് എന്നെ കളിപ്പിക്കുമായിരുന്നല്ലേ? ഇനിയിപ്പൊ ഞാൻ ഇറങ്ങി കളിച്ചില്ലെങ്കിൽ എങ്ങനെയാ? തെറ്റായി പോവുമല്ലോ. നിങ്ങൾ കളിക്ക്. ചേച്ചി, വേറൊരു ഗുഡ് ന്യൂസ് കൂടിയുണ്ട്. റാം വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ടെന്ന്. സാധന ഇപ്പൊ പറഞ്ഞില്ലേ, ഇതാ ഗുഡ് ന്യൂസ്. അല്ല, അത് അവാർഡൊന്നും അല്ല. അടിപൊളിയായില്ലേ? ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിലേക്ക് തിരിച്ചു വന്ന പോലെ. കുറച്ച് വൈകിയിരുന്നെങ്കി വലിയ പ്രശ്നമാകുമായിരുന്നല്ലേ? അതെ അതെ, ആ സീതയുടെ ഫ്രണ്ട് രാമു വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ അതുപോലെ ദുഷ്ടനായിട്ടുള്ള ഒരാളുടെ കൂടെ സീതയുടെ കല്യാണം നടന്നു പോയേനെ. അത് കഴിഞ്ഞ ഈ അപ്പാർട്ട്മെന്റ് മൊത്തം അവന്റെ അണ്ണാക്കിലോട്ട് പോയേനെ. അതുകൊണ്ട് നമ്മളൊക്കെ സീതയുടെ ആ ഫ്രണ്ടിനോട് താങ്ക്സ് പറയണം. ഏയ് സിഹി, നിന്റെ ഫ്രണ്ടിനെ എല്ലാവരും പൊക്കി പറയുന്നത് കേട്ടോ? പിന്നെ നിന്റെ ഫ്രണ്ട് ഇന്നലെ ഒരു ഹീറോയെ പോലെ ഉണ്ടായിരുന്നു. എന്റെ ഫ്രണ്ട് ഹീറോയാ. നിങ്ങൾക്കൊന്നും അറിയില്ല ആ ബാഡ് അങ്കിൾസിനോട് എങ്ങനെയാ ഫൈറ്റ് ചെയ്തതെന്ന്. ഇനി മുതൽ ഒരു ബാഡ് അങ്കിളും എന്നെ എങ്ങോട്ടും കൊണ്ടുപോവില്ല. എന്റെ ഫ്രണ്ട് എന്റെ കൂടെ ഉള്ളപ്പോ എനിക്കൊന്നും പറ്റില്ലെന്ന് എന്റെ ഫ്രണ്ട് എന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഫ്രണ്ടല്ലേ, എത്ര കാലം എന്ന് വെച്ചാൽ ഇവളുടെ കൂടെ ഉണ്ടാവുക? അവനൊരു ജീവിതമില്ലേ? കുട്ടികൾക്ക് അതിന് എന്താ അറിയാ? വെറുതെ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കത്തില്ലേ? ഇല്ല ആന്റി, എന്റെ ഫ്രണ്ട് എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവും, ഫോറെവർ. പക്ഷേ ഒരു പെണ്ണിന്റെ കൂടെ ഒരാണ് എപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ എന്താ അതിനൊക്കെ അർത്ഥം? ഈ കുട്ടികളാണെങ്കിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. കുട്ടികൾ ഒരിക്കലും കള്ളം പറയില്ല. വലിയവരെന്താണോ പറയുന്നത് അത് കേട്ടിട്ടല്ലേ അവര് പറയുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ആ ചെറുക്കൻ ഇങ്ങോട്ടേക്കൊക്കെ വന്നു പോകാറുണ്ടല്ലോ. ശരിക്കും ഇവര് തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ. എനിക്കും അത് തന്നെ സംശയം. പക്ഷെ സീതയുടെ കല്യാണം മറ്റൊരാളായിട്ട് ഉറപ്പിച്ചില്ലേ, അപ്പൊ പിന്നെ ഒന്നും ഉണ്ടാവില്ലെന്ന് കരുതിയേ. പക്ഷേ ആ റാമ് തന്നെയല്ലേ വന്ന് കല്യാണം മുടക്കിയതും. എനിക്കിപ്പോ തോന്നുന്നേ ആ റാമിന് ഈ സീതയോട് എന്തോ ഒരു ഇഷ്ടമുണ്ടെന്നാ. സീതയ്ക്കും അവനെ വലിയ കാര്യമാണെന്നാ തോന്നുന്നത്. രാമന് സീത അത്രയ്ക്ക് ഇഷ്ടാണോ? ഇത് സത്യാണോ? ചേട്ടാ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? എന്താന്ന്? അല്ല, വീട്ടിൽ തന്നെ വെണ്ണ വെച്ചിട്ട് നാട്ടിൽ മുഴുവൻ നെയ്ക്ക് അലഞ്ഞതുപോലെ ഉണ്ട്. ഇത് നല്ല കൂത്ത്. വീട്ടിലിവിടെ വെണ്ണ വെച്ചിട്ട് എന്നോട് ഇന്നലെ നെയ്യ് വാങ്ങിച്ചുകൊണ്ടുവരാൻ പറഞ്ഞില്ലേ? എനിക്ക് മറവിയാന്നാ കരുതിയ, ഇത് പിന്നെ എന്തെന്നാ? ഓ, എന്റെ ഒരു വിധി. റാമിന് അവാർഡ് കിട്ടി. താങ്ക് യു മേമ. ഏയ് റാം, കൺഗ്രാറ്റുലേഷൻ. അവാർഡ് കിട്ടിയതിന് നിനക്ക് കൺഗ്രാറ്റുലേഷൻസ്. നീ തിരിച്ചു വന്നതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു, താങ്ക് യു. Hey Ram, yes, congratulations and welcome back. താങ്ക് യു സോ മച്ച് റീച്ച. ഞാൻ പക്ഷെ അപ്പുവിനോട് കൺഗ്രാറ്റുലേഷൻസ് ഒന്നും പറയില്ല. അതെന്താ മേമ? എന്താണെന്ന് ചോദിച്ചാ എനിക്കുള്ള അവാർഡ് എന്റെ അടുത്ത് തിരിച്ചു വന്നില്ലേ, അതുകൊണ്ട്. എത്രയോ തവണ ഞാൻ ഇവിടുന്ന് പോണെന്ന് വിചാരിച്ച എന്ത് ചെയ്യാനാ? നിങ്ങളുടെ എല്ലാ സ്നേഹം വീണ്ടും വീണ്ടും എന്നെ ഇവിടെ തന്നെ കെട്ടിയിടുക. എന്റെ അമ്മ, എന്തായാലും നിനക്കത് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, ഭാഗ്യം. ഭാർഗവി, അത്രയ്ക്ക് സന്തോഷിക്കാൻ വരട്ടെ മോളെ. ഇതിലും വലുത് ബാക്കിയുണ്ട്. അതെന്താ അച്ഛാ?
വിന്നേഴ്സിനോട് തന്നെ ചോദിക്കും മോളെ. എന്താടാ? ഒന്നുമില്ല മേമ. മുത്തശ്ശ എന്തൊക്കെയായി വിളിച്ചു പറയുന്നേ? മുത്തശ്ശ ദയവ് ചെയ്തൊന്നും മിണ്ടായിരിക്കോ? ഞാൻ തന്നെ എല്ലാവരോടും പറഞ്ഞോളാം. അത്രയും കാലം ഒന്നും മിണ്ടാതിരിക്കും അവിടെ. എന്താ അപ്പോ അത്? മേമ ഒന്നുമില്ല, വെറുതെ ഓരോന്നും പറഞ്ഞിങ്ങനെ. ഓക്കെ മേമ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. നീ ഫ്രഷ് ആയിട്ട് വാ, നിനക്കുള്ള സ്പെഷ്യൽ ഫുഡ് ഇവിടെ റെഡി ആയിരിക്കും. ഓക്കെ മേമ. എടാ അശോക, നിന്റെ ഫ്രണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ കോട്ടഴിക്കാൻ. ഒന്ന് ഹെൽപ്പ് ചെയ്യ. കോട്ട് ധരിക്കുന്നതിലും അഴിക്കുന്നതിലൊക്കെ നീ വലിയ എക്സ്പേർട്ട് അല്ലേ? ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്ക്. അശോക, ഒന്ന് ശ്രദ്ധിച്ചോ? കാര്യം ഗാലറിയിൽ നിന്ന് ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ മേമ, നോ പ്രോബ്ലം. അശോകെ വാ, വന്നേ.